അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെയേറെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നതിൽ പ്രയാസമുണ്ട്. മുമ്പൊക്കെ പല വീഡിയോകളിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ കാര്യമായ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. വളരെയേറെ പ്രയാസത്തോടുകൂടി വിഷമത്തോടു കൂടിയാണ് അറിയിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, പ്രയാസമായതുകൊണ്ടാണ് അറിയിക്കുന്നത്. ഒരിക്കലും തന്നെ മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയണമെന്ന് ആരും ചിന്തിക്കുകയില്ല, നിവൃത്തികേട് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വോയിസ് കേൾക്കുന്ന സഹോദരങ്ങൾ, ഒരു 10 രൂപയെങ്കിൽ 10 രൂപ, എത്രയാണോ നിങ്ങൾക്ക് കഴിയുക ആ രൂപ നിങ്ങൾ ഈ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് വിടണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അത്രയും പ്രയാസകരമാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകാം. വാട്സപ്പിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയരുത്, അത് അദ്ദേഹത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. കുടുംബപരമായി അദ്ദേഹം വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ പ്രാരാബ്ധം അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഭിമാന പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് പറയാത്തത്. വലിയ സങ്കടമാണ്. മകളുടെ വിവാഹം എടുത്തു വെച്ചിരിക്കുന്നു, മര്യാദക്കൊരു വീടില്ല, ഒരു തറയുടെ മുകളിൽ 2 റൂം കെട്ടിയിട്ട് ഒരു വീട്ടിനാവശ്യമായ എന്തൊക്കെയുണ്ടോ, കോനായി, അതുപോലെ അടുക്കള, ബെഡ്റൂം ഒക്കെ ഈ 2 റൂമിൽ ഒതുക്കിക്കൊണ്ടാണ് അവർ കഴിയുന്നത്. അത്രയും പ്രയാസകരമായ ജീവിതമാണ്. അപ്പോഴാണ് മകളുടെ വിവാഹം വന്നിരിക്കുന്നത്. മകളുടെ വിവാഹത്തിനേക്കൊരു റൂം ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ മകളും ഭർത്താവും വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായി ആ ഒരു ദിവസം കിടന്നുറങ്ങാൻ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും സൗകര്യത്തോടുകൂടി ഒരടച്ചുറപ്പോടുകൂടി കിടന്നുറങ്ങാൻ ഒരു റൂം അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതാരും തട്ടിക്കളയരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിൽ ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമായ ഒരു പൈസയൊന്നും ഞാൻ പലപ്പോഴും വീഡിയോകളിലൊക്കെ ആ പോസ്റ്റർ ഇട്ടതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. കിട്ടിയ തുക അദ്ദേഹം, അതുകൊണ്ട് തന്നെ കല്ലും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. ഇപ്പോൾ നിലവിലത് കല്യാണം അടുത്തത് കൊണ്ട് തന്നെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ റൂമിൻ്റെ പണി പൂർത്തിയാകുമ്പോഴേക്ക് കടമില്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിയണം. നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കുരുവട്ടൂരികളുമായി വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ, അവരുമായി ആദർശരംഗത്ത് യാതൊരു വിധത്തിലുള്ള അടുപ്പവും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ, അവർ വ്യാജന്മാരാണെന്ന് പറഞ്ഞപ്പോൾ, ഇത്രത്തോളം അപകടകാരികളാണോ എന്ന് പണ്ഡിതന്മാർ, ഉസ്താദുമാര് പറഞ്ഞ സമയത്ത് നാം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരിൽ നിന്ന് തന്നെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വഹാബിസത്തോടൊപ്പം ഒട്ടി നിൽക്കുന്നവരാണ് എല്ലാ വ്യാജ ത്വരീഖത്തുകാരെയും പോലെ കുരുവട്ടൂരികളും എന്ന് നാം മനസ്സിലാക്കുന്നത്. വഹാബികളുടെ വാദമാണ് അള്ളാഹുവിന് ചന്തിയുണ്ട്, അള്ളാഹുവിന് ഊരയുണ്ട്, അള്ളാഹുവിന് കൈകാലുകളുണ്ട്, അള്ളാഹുവിന് നാവുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, അള്ളാഹുവിന് ചെവിയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്. മുഖം ഒഴിച്ചുള്ളതെല്ലാം മഹ്ശറ ലോകത്ത് നശിച്ചു പോകുമെന്നാണ് അവർ എഴുതി വച്ചിട്ടുള്ളത്. വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു എന്നത് മനുഷ്യരൂപമുള്ള ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തെയാണ് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നാം ഇടപെടേണ്ടതില്ല. അവർ ജനങ്ങളെ പിഴപ്പിക്കുമ്പോഴാണ് അവർ ആരാണെന്ന് ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയായതുകൊണ്ട് നാം അത് നിർവഹിക്കുകയാണ്. വഹാബിസം എന്നാൽ എന്താണെന്ന് അറിയാത്തവരായി കേരളത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വഹാബിസത്തെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പേച്ചവാദമാണ്, പേച്ച വിശ്വാസമാണ് അവർക്കുള്ളതെന്ന് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങി. 2013 മുതൽ പ്രത്യേകിച്ചും അവരുടെ തൗഹീദിൽ വന്ന മാറ്റങ്ങൾ
ജനങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി വഹാബിസത്തിന്റെ തൗഹീദ് ഇസ്ലാമിന്റെ തൗഹീദല്ല എന്ന് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന തരത്തിലേക്ക് വഹാബികൾ അധപ്പതിച്ചുപോയി. എന്നാൽ കുരുവട്ടൂരികൾ അങ്ങനെയല്ല. തലപ്പാവ് ധരിച്ച് വലിയ വലിയ പണ്ഡിതന്മാരെ പോലെ അഭിനയിച്ച് നടക്കുകയാണ്. അവരാണ് അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന വഹാബി ആശയവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വഹാബിസവും കുരുവട്ടൂരിസവും രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ല എങ്കിൽ ഇവരുടെ തലപ്പാവ് കണ്ട്, താടി കണ്ട്, കുപ്പായം കണ്ട്, തസ്ബീഹ് മാലയുടെ നീളം കണ്ട്, കപടഭക്തിയുടെ മുഖാവരണം കണ്ട് ഒരുപക്ഷെ സാധാരണക്കാർ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ പണ്ഡിത വേഷമണിഞ്ഞ വ്യാജ ത്വരീഖത്തുകാരെ അടക്കി നിർത്തിയില്ല എങ്കിൽ, അവരെ ജനമധ്യത്തിൽ തുറന്നു കാണിച്ചില്ല എങ്കിൽ തീർച്ചയായും വഹാബിസം പറയുന്നത് ശരി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഉസ്താദുമാരും ആ വാദത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കരുതി സാധാരണക്കാർ വഹാബിസത്തിലേക്ക് പോകാൻ കാരണമാകും. അത് തന്നെയാണ് കുരുവട്ടൂരികളുടെ ഉദ്ദേശവും. കുരുവട്ടൂരിസം എന്ന് പറഞ്ഞാൽ വഹാബിസത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു ഏണി മാത്രമാണ്, മൈക്ക മാത്രമാണ്. ഇത് ഞാൻ വെറുതെ പറയുകയില്ല. നമുക്കൊരു പാട്ട് കേട്ടു നോക്കാം. നരകത്തെ പടയ്ക്കുമ്പോൾ കനലൂതിയിരിക്കുമ്പോൾ പടച്ചോന്റെ മനസ്സന്ന് പിടഞ്ഞിരിക്കാം. രണ്ടു കണ്ണും അന്നറിയാതെ നിറഞ്ഞിരിക്കാം. ഒരിറ്റു കണ്ണീര കനലിൽ വീണുടഞ്ഞിരിക്കാം. നരകത്തെ പടയ്ക്കുമ്പോൾ കനലൂതിയിരിക്കുമ്പോൾ പടച്ചോന്റെ മനസ്സന്ന് പിടഞ്ഞിരിക്കാം. രണ്ടു കണ്ണും അന്നറിയാതെ നിറഞ്ഞിരിക്കാം. ഒരിറ്റു കണ്ണീര കനലിൽ വീണുടഞ്ഞിരിക്കാം. കേട്ടല്ലോ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇവർ മുസ്ലിമീങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കുരുവട്ടൂരി ത്വരീഖത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പാലപ്പെട്ടിയിലുള്ള അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ് ഈ കുരുവട്ടൂരികളുടെ വലിയ പാട്ടിൽ ഉലമയാണ്, വലിയ ഉസ്താദാണ്. ഉസ്താദ് എന്നല്ലാതെ ഈ ചങ്ങാതിനെ വിളിക്കൂല. ആ ചങ്ങാതിയാണ് അല്ലാഹു തആല നരകം സൃഷ്ടിച്ചു. നരകം സൃഷ്ടിച്ചിട്ട് അള്ളാഹ്ക്ക് എന്താ പണി? അള്ളങ്ങനെ ഊതിക്കൊടുക്ക. ഊതിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹ്ക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്. ആ ഹൃദയത്തില് അള്ളാഹ്ക്ക് ഇങ്ങനെ വേദന വന്നു. നരകത്തിലേക്ക് ഇങ്ങനെ ഊതി ഊതി ആ കനലിങ്ങനെ വർദ്ധിപ്പിക്കുമ്പോ അല്ലാഹു തആലക്ക് മാനസിക വേദന. എന്നിട്ടോ അള്ളങ്ങനെ അത് കരഞ്ഞു തീർക്കുക. 2 or 3 തുള്ളി ആ നരകത്തിലേക്ക് ഉച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആലക്ക് കണ്ണുണ്ടെന്നും അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അള്ളാഹുവിന് മറ്റവയവങ്ങളുമുണ്ടെന്നുമുള്ള ഇഴച്ച വഹാബിയൻ വാദമാണ് കുരുവട്ടൂരികൾക്കുമുള്ളത്. പാലപ്പെട്ടി അഷ്റഫ് കുരുവട്ടൂരിയല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ കുരുവട്ടൂരികളെ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നൗഷാദ് പറയട്ടെ. പടച്ചോൻ പാട്ടിനെ സംബന്ധിച്ച് നൗഷാദ് കളവ് പറഞ്ഞിരുന്നു. അതുപോലെ ഇതിനെ നിഷേധിക്കാൻ പാലപ്പെട്ടി അഷ്റഫ് കുരുവട്ടൂരികളുമായി ബന്ധമില്ലാത്തയാളാണ്. പാലപ്പെട്ടി അഷ്റഫ് പാടിയ പാട്ടുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുമോ നൗഷാദ്? അതല്ല എങ്കിൽ ഈ അഷ്റഫ് പാടിയ പാട്ട് അത് പിഴച്ച പാട്ടല്ല. അല്ലാഹു തആലക്ക് അവയവങ്ങൾ ഉണ്ടെന്ന പാലപ്പെട്ടി അഷ്റഫിന്റെ വാദം അത് ശരി തന്നെയാണെന്ന് പറയാൻ നൗഷാദ് കുരുവട്ടൂരി ആണത്തം കാണിക്കണം. കോമാട്ടുചാലിൽ അബ്ദുള്ള
ആണത്തം കാണിക്കണം. ഞങ്ങൾ അറിയട്ടെ, ജനങ്ങളും അറിയട്ടെ നിങ്ങളുടെ പേച്ചവാദം, നിങ്ങളുടെ പോക്ക് വഹാബിസത്തിലേക്കാണ് എന്ന് ജനം തിരിച്ചറിയട്ടെ. വഞ്ചിതരായി നിങ്ങളിൽ പെട്ടുപോയിട്ടുള്ളവർ തിരിച്ചു വരട്ടെ. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും അള്ളാഹു തആല കരഞ്ഞുവെന്നും അള്ളാഹുവിന്റെ രണ്ടുറ്റു കണ്ണുനീര് നരകത്തിലേക്ക് വീണുവെന്നും പാട്ടുപാടിയ അഷ്റഫ് പാലപ്പെട്ടി ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ എന്താണ് അവനെ കുറിച്ച് വിധി പറയേണ്ടതെന്ന് നൗഷാദ് എന്ന് പറയണം. തീയിനോടും റബ്ബിനന്ന് കരുണയുദിച്ചു. നോഹിൻ പേടകമായി മഹിയിൽ ചെന്നവതരിച്ചു. പളുങ്കു വിളക്കിന്റെ തിരിനീട്ടി തെളിച്ചു വച്ചു. നരകമിന്ന് സൃഷ്ടികൾക്ക് ഹാദിമായി ചിരിച്ചിടുമ്പോൾ പടച്ചോന്റെ മനസ്സിന്ന് നിറഞ്ഞു പോയി. രണ്ട് കണ്ണും പരമാനന്ദം പൊഴിച്ചുപോയി. സൃഷ്ടിജാലത്തിൻ കണ്ണീരും നിലച്ചുപോയി. ഈ പാട്ട് പിൻവലിപ്പിക്കാൻ ധൈര്യമുണ്ടോ നൗഷാദിന്? വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.